ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ ഷവർമ ചെയ്ത് നോക്കാം. ഇതിൻ്റെ കുബൂസും ചിക്കനും സോസും എല്ലാം നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്കിത് വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നല്ല സോഫ്റ്റും ഫ്ലഫി ആയിട്ടുള്ള കുബൂസ് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് കുബൂസും റെഡിയാക്കി എടുക്കാൻ പറ്റും. എന്നാൽ നമുക്ക് തുടങ്ങിയേക്കാം ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം കേർഡ് എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂണോളം കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂണോളം ചതച്ച മുളക്, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം വെളുത്തുള്ളി പൊടിച്ചത്, 1/2 ടീസ്പൂണോളം ക്യുമിൻ പൗഡർ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിപ്പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര നാരങ്ങ ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1-2 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതോടെ ചേർത്തൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ മാരിനേഷൻ റെഡിയാണ്. ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റിൻ്റെ പീസ് ഞാൻ ഇതുപോലെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനൊരു 4-5 പീസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ മസാലകളെല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ആവശ്യം തോന്നുവാണെങ്കിൽ ഒന്ന് വരഞ്ഞു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഒരു 30 മിനിറ്റെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. എത്രയും കൂടുതൽ വയ്ക്കുമോ അത്രയും നല്ലതാണ്. ഞാൻ അന്നേരം ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് മാരിനേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുബൂസിനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. അതിനായിട്ട് ഞാനൊരു 2.5 കപ്പോളം മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഷുഗറും 1/2 ടീസ്പൂണോളം ഈസ്റ്റും എടുത്തിട്ടുണ്ട്. ഞാൻ ഇൻസ്റ്റൻറ്റ് റാപ്പിഡ് റൈസ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. അത് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇതാദ്യം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും തൈരും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയ ചൂടുള്ള വെള്ളമാണ് ചേർത്തേക്കുന്നത്. ഏകദേശം ഒരു കപ്പിന് അടുത്തോളം വന്നു ഇതൊന്ന് കുഴച്ചെടുക്കാനായിട്ട്. അത് നിങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂട്ടിയോ കുറച്ചോ ഒക്കെ അതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഈ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം. ഞാനൊന്ന് കുഴച്ച ശേഷം 1 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ തൈരും കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യം തോന്നുവാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് മൈദ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് കുഴച്ചെടുക്കാൻ ഒത്തിരി സ്റ്റിക്കി ആകാത്ത പരുവത്തിൽ കിട്ടത്തക്ക വിധത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂണോളം ഓയിൽ ജസ്റ്റ് ആ മാവിൻ്റെ മുകളിലും ആ പാത്രത്തിലും ഒക്കെ ഒന്ന് തടവിയിട്ട് ഒന്ന് പ്രൂവ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു 2 മണിക്കൂറിനുള്ളിൽ ഇതുപോലെ നന്നായിട്ട് പൊങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊന്നുകൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് പോർഷൻസ് ഡിവൈഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണ്ടിയ ഷവർമയുടെ ബ്രെഡിൻ്റെ വലിപ്പത്തിനനുസരിച്ച് നിങ്ങൾക്കിത് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനൊരു മീഡിയം സൈസിലുള്ള 7 എണ്ണം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവശ്യത്തിന് മൈദയൊക്കെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഒത്തിരി കട്ടി കുറയാതെ ഒരു മീഡിയം തിക്നെസ്സിലാണ് ഞാനിത് പരത്തിയെടുത്തേക്കുന്നത്. ഇതുപോലെ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള പാന് ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേന് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് കൊടുത്ത ശേഷം ഒരു 1-2 മിനിറ്റിനുള്ളിൽ അതിലൊരു കുഞ്ഞു കുഞ്ഞു ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങും. അന്നേരത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിൽ ഇതുപോലെ അതിൻ്റെ മുകളിലൊന്ന് ഇച്ചിരി പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ഫ്ലഫി ആയിട്ട് ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കുബൂസിൻ്റെ പരിപാടി. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈസി ആയിട്ടുള്ളൊരു സോസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് മയോനൈസ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഗ്രൈൻഡറിൻ്റെ അകത്തോ ഇതുപോലെ ചോപ്പറിൻ്റെ അകത്തോ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഒരു 8 പീസോളം വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളുത്ത എള്ളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂണോളം ഒറിഗാനോയും ചേർത്തിട്ടുണ്ട്. ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ഒക്കെ വരുമായിരിക്കും. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് 1 ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിലും കൂടി ചേർത്ത് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗാർലിക് സോസ്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ മാരിനേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഗ്രിൽ പാനോ അല്ലെങ്കിൽ റെഗുലർ പാനോ എടുക്കാം. ആവശ്യത്തിന് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 to 7 മിനിറ്റ്സോളം ഒരു സൈഡ് ഞാൻ കുക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുറച്ച് ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒലിവ് ഓയിലോ സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഓയിൽ മതി. അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇപ്പുറത്തെ സൈഡിലോട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അധികം ഓയിലൊന്നും ഇല്ലാതെ നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതും ഒരു 5 to 7 മിനിറ്റ്സോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട ശേഷം
ലോ മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനിതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചിക്കൻ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യണമെന്നില്ല, ചെറിയ പീസുകളായിട്ട് ഇതുപോലെ ഒന്ന് മസാലകളെല്ലാം ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുത്താലും മതി. ഇനി ഇതിൽ ഉപയോഗിച്ചേക്കുന്ന വെജിറ്റബിൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് വഴന്ന് പോകണ്ട, ഒത്തിരി അങ്ങ് വഴന്നാൽ അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഒക്കെ അങ്ങ് പോകും. നമുക്ക് ജസ്റ്റ് ആ പച്ച രുചി അങ്ങ് മാറി കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഞാനിതിലേക്ക് ക്യാബേജാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ക്യാബേജിന് പകരം നിങ്ങൾ ലെറ്റസാണ് ചേർക്കുന്നതെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഞാനൊരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ആ ചിക്കനൊക്കെ ഇതുപോലെ ഒന്ന് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. കുബൂസും അതിനുള്ള വെജിറ്റബിളും, ഇത് പിക്കിൾഡ് കുക്കുംബറാണ്, അതും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്ത സോസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങാം. ദേ ഈ കുബൂസ് കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആണ്. റാപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബട്ടർ പേപ്പർ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ കഴിക്കാനായിട്ടല്ലേ ഫോയിൽ പേപ്പർ എടുത്താലും മതി. എന്നിട്ട് ദേ ഇതുപോലെ നമ്മുടെ സോസ് ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കുവാണ്. ഇനി നമ്മൾ കുക്ക് ചെയ്ത് ഇതുപോലെ ചെറിയ പീസുകളാക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ പിക്കിൾഡ് കുക്കുംബർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പിലിട്ട കുക്കുംബറോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ മുകളിൽ കുറച്ച് സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ഞാൻ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഏത് രീതിയിലാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ അതുപോലെ നിങ്ങൾക്ക് റോൾ ചെയ്തെടുക്കാം. അടിപൊളി ടേസ്റ്റിൽ ഒരു ഷവർമ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് ചില്ലി ഗാർലിക് സോസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഓരോ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ ഓരോ രീതിയിൽ ചേർത്ത് കൊടുത്ത് അതിനൊരു വെറൈറ്റി ഒക്കെ ഉണ്ടാവും. എനിവേ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.